അതാണ് മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് സഹാബികൾ ഒരു മൗലിദ് ഓതുകയായിരുന്നു. കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങളൊക്കെ ആ മൗലിദിൽ എടുത്തു പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ഇരുന്ന് സഹാബികൾ ഒരു മൗലിദ് പാരായണം നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാനൊരുങ്ങിയപ്പോൾ സഹാബികൾ പള്ളിയിൽ വെച്ച് മൗലിദ് നടത്തുന്നത് കേട്ടു. എന്തൊക്കെയാണ് അവർ ഈ മൗലിദിൽ പറയുന്നത് എന്ന് കേട്ടൊരല്പം ഒന്ന് പിന്നോട്ട് തന്നെ മാറി വീട്ടിൽ തന്നെ ഇരുന്നു. അതിനുശേഷം സഹാബികൾ ഈ മൗലിദ് അവസാനിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നീ സമയത്തു മാ ഖുൽതും, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആ കൂട്ടത്തിൽ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ഖലീലാണെന്നും ഒക്കെ പറയുന്നതായി ഞാൻ കേട്ടു. എന്നാൽ അത് ശരി തന്നെയാണ്. പക്ഷേ ഒന്നുകൂടി ഈ മൗലിദിലേക്ക് കൂട്ടിച്ചേർക്കണം. എന്താണ്? അന ഖലീലുല്ലാഹി വ ഹബീബുല്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ ഖലീൽ ആയതുപോലെ ഞാൻ ഹബീബും കൂടിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബുല്ലാഹ് എന്ന് കൂട്ടിച്ചേർക്കണം എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരാൾ മറ്റൊരാളുടെ ഹബീബ് ആയാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ഇദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ, ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് മറ്റേ ആൾ പ്രവർത്തിക്കുകയുള്ളൂ. അതാണ് ഹബീബ് എന്നതിൻ്റെ അർത്ഥം. ഖലീൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണമെന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പഠിപ്പിക്കുകയാണ്. അത് വകവച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ഈമാൻ നിലനിൽക്കുകയുള്ളൂ. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഈമാൻ നിലനിൽക്കുകയില്ല. ഇപ്പോൾ മറ്റ് മതക്കാരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ദൈവം തമ്പുരാൻ്റെ വിധിയാണ് എന്ന് പറയും. അങ്ങനെ ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലാഹു തആല ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടോ മാത്രം ഒരു മനുഷ്യൻ മുഅ്മിനായി തീരുകയില്ല, മുസ്ലിമായി തീരുകയില്ല. പിന്നെ എന്ത് വേണം? ആമൻതു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുകയും വിശ്വസിക്കുകയും വേണം. അപ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ മുസ്ലിമാവുകയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിം ആവുകയില്ല, അവൻ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയില്ല. അതാണ് ഇവിടെ ബിദ്അത്തിൻ്റെ അധികാരവും
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇവിടുത്തെ ബിദ്അത്തുകാർ അവരുടെ പത്രങ്ങളിൽ എഴുതിയിട്ടുള്ളത് മുഹമ്മദ് നബി നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ ആയതുകൊണ്ടാണ് മരിച്ചതിൻ്റെ ശേഷം അത് ദ്രവിച്ച് മണത്ത് ബുദ്ധിമുട്ടായി പോകും എന്ന് പേടിച്ചിട്ടാണ് മുഹമ്മദ് നബിയെ മറവ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് എന്ന് ഇവിടുത്തെ പുത്തൻ പ്രത്താരക്കാർ എഴുതി വച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കെട്ടുനാറി പോകുമെന്നും അത് പോകാതിരിക്കാനാണ്, ആ മണം പറ്റാതിരിക്കാനാണ് അവരെ മറവ് ചെയ്തിട്ടുള്ളതെന്നും എഴുതി പിടിപ്പിച്ച പത്രങ്ങൾ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ റസൂല് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാവിൻ്റെ ശരീരം തിന്നൽ ഭൂമിക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. ഒരു ഭൂമിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ മറ്റ് ഏതെങ്കിലും ഒരു നബിയുടെയോ ശരീരം തിന്നുകയില്ല, അത് നശിച്ചു പോവുകയില്ല. അവർ ഖബറിൻ്റെ ഉള്ളിൽ ജീവനോടുകൂടി നിൽക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെല്ലാ നിസ്കാരത്തിലും സലാം പറയുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ ബഹുമാനപ്പെട്ട നബിയെ, എൻ്റെ സലാം അങ്ങക്ക് ഞാനിതാ പറയുന്നു എന്ന് പറഞ്ഞ അസ്സലാമു അലൈക എന്ന് മുമ്പിലുള്ള ഒരാളോട് പറയുന്നത് പോലെ നബി തങ്ങളോട് ദുനിയാവിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നിസ്കരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു അലൈഹി റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ വഫാത്തായ ഉടനെ തന്നെ അള്ളാഹു എൻ്റെ റൂഹിനെ എനിക്ക് മടക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആര് എന്നോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാലും ആ സലാമിനെ ഞാൻ മടക്കുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹ് നശിച്ചു പോയിട്ടില്ല, നശിച്ചു പോവുകയും ഇല്ല, മണ്ണ് തിന്നുകയുമില്ല. അത് സാധാരണ മനുഷ്യൻ അല്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം തെറ്റിപ്പോയപ്പോഴാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ബിദ്അത്തുകാർ വഴിപിഴച്ചവരാണ് എന്ന് നമ്മൾ പറയാൻ കാരണം, എൻ്റെ യുവാക്കളായ സഹോദരന്മാർ പ്രത്യേകമായി മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനോ സാധാരണ നബിയോ അല്ല. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ
ഒരു നിവേദക സംഘം വന്നു. അമറഹും ബി അർബഈൻ, 4 കാര്യം അവരോട് കൽപ്പിച്ചു. വനഹാഹും അൻ അർബഈൻ, 4 കാര്യം അവരെ വിരോധിച്ചു എന്ന് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കാൻ കൽപ്പിച്ചു എന്നാണ് ഈ വാക്കിൻ്റെ നേര അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, അത്തദറൂന മൽ ഈമാൻ ബില്ലാഹി വഹ്ദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറയുന്നു, അല്ലാഹു വറസൂലുഹു ആലം, അള്ളാഹു തആലയും അവൻ്റെ റസൂലും അറിയും, ഞങ്ങൾക്കതറിയില്ല. ആ സമയത്ത് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ താല്പര്യമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കും. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ഇല്ല എന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും വിശ്വസിക്കുക. ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചവനായി തീരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അള്ളാഹു ഉണ്ട് എന്ന് മുശ്രിക്കീങ്ങൾ പറയാറുണ്ടായിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആരാ? അല്ലാഹു അക്ബർ.
لا إله إلا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ്. എങ്ങനെയാ ഈ കൂട്ടർ പറയുന്നത്? അല്ലാഹു അഅലം. ഇപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഇവിടെ പറഞ്ഞാൽ പോരാ. ലോകം മുഴുവനും ഓരോ സെക്കൻഡ് മാറി 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 ബാങ്കിൻ്റെ സമയം ഇങ്ങനെ വരികയല്ലേ. എല്ലാ ബാങ്കിലും ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ പകലാണ്, അവിടെ ലോഹർ ബാങ്ക് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഇഷാഹ് ബാങ്ക് കൊടുത്തു. ഇന്ത്യ രാജ്യത്ത് തന്നെ ആൻഡമാൻ പോലത്തെ സ്ഥലത്ത് ഇപ്പം രാത്രി 10 മണിയായി. നമ്മൾ ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ ലോകത്തിൻ്റെ കറക്കം അനുസരിച്ച് ഓരോ സെക്കൻഡിലും ബാങ്കും ഇഖാമത്തും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ആ ബാങ്കിൽ മുഴുവനും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നില്ലേ? അതാണ് അള്ളാഹു പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക. ഓ നബിയെ, തങ്ങളെ ലോകം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു ഉയർച്ച തങ്ങൾക്ക് നാം തന്നിരിക്കുന്നു. ഒരു സെക്കൻഡിലും ഒഴിവുണ്ടാവില്ല. എല്ലാ ഓരോ സെക്കൻഡിലും ബാങ്ക് വിളിക്കപ്പെടുന്നു. ആ ബാങ്കിലെല്ലാം റസൂലുള്ളാഹിൻ്റെ പേര് പറയാതെ ബാങ്ക് ശരിയല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി ജീവിച്ചു, സാധാരണ മനുഷ്യനായി മരിച്ചു എന്ന് പറയുന്നവൻ ഇസ്ലാമിൻ്റെ പുറത്ത് തന്നെയാണ്. അവൻ ഇസ്ലാമിലേക്ക് കടന്നിട്ടില്ല എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബത്തും അവിടുത്തെ ശഫാഅത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളി നിസ്കരിക്കാനാണ്, ഞാനിനി നീട്ടി പറയുന്നില്ല. നിസ്കാരം അള്ളാഹുവിലേക്ക് മനുഷ്യനെ ചേർക്കുന്ന അമലാണ്. സുമ്മിയത്തി സ്വലാത്തു സ്വലാത്തൻ ലിഅന്നഹാ വുസ്ലത്തും ബൈനൽ അബ്ദി വബൈന റബ്ബിഹി. ഒരു മനുഷ്യനെ അവൻ്റെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന, ചേർക്കുന്ന ഒരു അമലാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്. ഓരോ മനുഷ്യനും അവൻ്റെ ഖാലിഖായ റബ്ബിലേക്ക് അടുക്കണം. അതിനടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം. ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങളെ വയസ്സിൽ ഒരൊറ്റ പൊക്കത്ത് നിസ്കാരവും നിങ്ങൾ ഖളാ ആക്കരുത്. നമ്മൾ പള്ളി ഉദ്ഘാടനത്തിന് വരികയും പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരി തന്നെ. പക്ഷേ ഒരൊറ്റ വഖത്ത് നിസ്കാരവും ഖളാ ആക്കാതെ നമ്മൾ നിസ്കരിക്കണം. പള്ളിയിൽ വരാൻ
കഴിയുമ്പോൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. ഇല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെ വച്ച് നിസ്കരിക്കാതെ ആയി പോകരുത്. 24 മണിക്കൂർ, ഒരു മണിക്കൂറിന് 60 മിനിറ്റ്. എന്നാൽ ഒരു മണിക്കൂറിൽ നിന്ന് 1 മിനിറ്റ് എടുത്താൽ 24 മിനിറ്റ്. ഒരു ദിവസം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തിരിച്ചാൽ സഹോദരങ്ങളെ 59 മിനിറ്റും നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ 1 മിനിറ്റ് നിങ്ങളെ പടച്ച അള്ളാഹുവിന് നിസ്കരിക്കാൻ എടുത്തുകൂടെ? അത് എടുക്കാത്തവൻ എത്ര വലിയ നന്ദി കെട്ടവനാണ് എന്ന് നാം ആലോചിക്കണം. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിയും ജീവിതത്തിൽ നിസ്കാരം ഖളാ ആക്കുകയില്ല എന്ന് ഒരു പ്രതിജ്ഞ അല്ലാഹു തആലയുമായി നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അങ്ങനെ നിസ്കാരം ഖളാ ആക്കാതെ എല്ലാ വഖ്ത് നിസ്കാരങ്ങളും നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരം പരമാവധി കഴിയുന്നതൊക്കെ ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ.